അറബിക്കടലിലെ ഇന്ത്യയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നാവിക കരുത്തിനെ വെല്ലുവിളിക്കാൻ അതിർത്തിയിൽ പുതിയൊരു അച്ചുതണ്ട് സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ്. സമുദ്രാതിർത്തിയിൽ ഇന്ത്യക്ക് നേരെ തിരിയുന്നത് പാകിസ്ഥാൻ മാത്രമല്ല, മറിച്ച് ഇന്ത്യയെ വീഴ്ത്താൻ പാകിസ്ഥാനെ കുടപിടിച്ച് ചൈനയും തുർക്കിയും നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. തന്ത്രപ്രധാനമായ സർ ക്രീക്ക് മേഖലയിൽ ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന വമ്പൻ സൈനിക ഗൂഢാലോചനയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അബാബിൽ ദ ഡിവൈൻ സ്ട്രൈക്ക് എന്ന പേരിൽ പാകിസ്ഥാൻ ആരംഭിച്ച പുതിയ രഹസ്യ പ്രൊജക്ടിന്റെ മറവിലാണ് അതിർത്തിയിൽ ഈ വിദേശ ആയുധങ്ങൾ അണിനിരക്കുന്നത്. ഗുജറാത്ത് തീരത്തോട് ചേർന്ന് കിടക്കുന്ന സർ ക്രീക്കിൽ പാക് നാവികസേനയുടെ പ്രത്യേക കമാൻഡോ വിഭാഗമായിട്ടുള്ള SSGN-നെ ഇതിനോടകം വിന്യസിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയെ ജാഗരൂകമാക്കുന്നത് പാകിസ്ഥാന്റെ സൈനികരല്ല, അവർക്ക് പിന്നിലുള്ള ചൈനയുടെയും തുർക്കിയുടെയും അത്യാധുനിക ആയുധങ്ങളാണ്. സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും കൃത്യമായ നിരീക്ഷണം നടത്താനും ശേഷിയുള്ള തുർക്കി നിർമ്മിത ഡ്രോണുകൾ, അത്യാധുനിക ചൈനീസ് ഹോവർ ക്രാഫ്റ്റുകൾ, അതിവേഗ നാവിക ബോട്ടുകൾ എന്നിവയാണ് സർ ക്രീക്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ അണിനിരത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ പാക് ആർമിയുടെ പുതിയ റോക്കറ്റ് ഫോഴ്സുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഈ മേഖലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് പോരാടിയാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് കൃത്യമായി അറിയാവുന്ന പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടെ ഇന്ത്യയെ വളയാനാണ് ശ്രമിക്കുന്നത്. അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തിനെ വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ട് ചൈന തങ്ങളുടെ ആദ്യത്തെ ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനി പാകിസ്ഥാന് കൈമാറിക്കഴിഞ്ഞു. ഇതിനു പുറമെ ചൈനീസ് നിർമ്മിത തുഗ്രിൽ ഗ്ലാസ് യുദ്ധക്കപ്പലുകളും പാക് നാവികസേനയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. സർ ക്രീക്കിനടുത്തുള്ള ബന്ദ ധോറയ്ക്കും ഹരാമി ധോറയ്ക്കും ഇടയിൽ പുതിയ മറൈൻ പോസ്റ്റുകൾ സ്ഥാപിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ഈ നീക്കം കേവലം ഒരു അതിർത്തി തർക്കമല്ല. കര, നാവിക, വ്യോമസേനകളെ ഏകോപിപ്പിച്ച് ഒരു നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡ് രൂപീകരിച്ച് പാക് സൈനിക മേധാവി അസീം മുനീർ കടൽ മാർഗം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ അനിഷേധ്യമായ ആധിപത്യം തകർക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ സൈനിക നീക്കത്തെക്കാൾ ഭയപ്പെടുത്തുന്നത് ഇതിനു പിന്നിലെ ഇസ്ലാമിക അജണ്ടയാണ്. അബാബിൽ എന്ന അറബി വാക്കിന്റെ അർത്ഥം കൂട്ടം കൂടിയ പക്ഷികൾ എന്നാണ്. വിശുദ്ധ ഖുറാനിലെ സൂറ അൽ ഫീൽ അഥവാ ആനയുടെ അധ്യായം എന്ന ഭാഗത്ത് നിന്നാണ് പാകിസ്ഥാൻ ഈ പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം മക്കയിലെ വിശുദ്ധ കാബ തകർക്കാനെത്തിയ അബ്രഹ എന്ന ഭരണാധികാരിയുടെ കൂറ്റൻ ആനപ്പടയെ നശിപ്പിക്കാൻ അല്ലാഹു അയച്ച പക്ഷിക്കൂട്ടങ്ങളെയാണ് ഖുറാനിൽ അബാബിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പക്ഷികൾ ആകാശത്ത് നിന്ന് ചുട്ടുപഴുത്ത കല്ലുകൾ വർഷിച്ച് ആ കൂറ്റൻ സൈന്യത്തെ നിഷ്പ്രഭമാക്കിയെന്നാണ് ഇസ്ലാമിക വിശ്വാസം. ഇതിൽ നിന്നാണ് പാകിസ്ഥാൻ ദി ഡിവൈൻ സ്ട്രൈക്ക് അല്ലെങ്കിൽ ദൈവിക പ്രഹരം എന്ന പ്രയോഗം രൂപപ്പെടുത്തിയത്. ഈ പേരിന് പിന്നിൽ കൃത്യമായ മതപരമായ ഇന്ത്യ വിരുദ്ധതയും വർഗീയ തന്ത്രങ്ങളുമാണ് പാകിസ്ഥാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സൈനികമായി തങ്ങളെക്കാൾ എത്രയോ മടങ്ങ് കരുത്തുള്ള ഇന്ത്യയെ അബ്രഹയുടെ ആനപ്പടയോടും തങ്ങളെ ദൈവമയച്ച അബാബിൽ പക്ഷികളോടുമാണ് പാക് സൈന്യം ഉപമിക്കുന്നത്. ഇന്ത്യയുമായുള്ള ഒരു അതിർത്തി തർക്കത്തെയോ അല്ലെങ്കിൽ നാവിക നീക്കത്തെയോ കേവലം സൈനിക വിഷയമായി കാണാതെ കാഫറുകൾക്കെതിരെയുള്ള യുദ്ധമായോ അല്ലെങ്കിൽ ഗസ്വ-ഇ ഹിന്ദ് പോലെയുള്ള മതപരമായ കടമയായോ ചിത്രീകരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ സൈനികരിൽ മതപരമായ ഉന്മാദം കുത്തിവെക്കാനും കടലിലെ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് അല്ലാഹുവിന്റെ പിന്തുണയുണ്ടെന്ന് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ വരുത്തി തീർക്കാനുമുള്ള പാകിസ്ഥാന്റെ തന്ത്രമാണിത്. ഇന്ത്യക്കെതിരായ സൈനിക നീക്കങ്ങൾക്ക് ഇത്തരം മതപരമായോ ചരിത്രപരമായോ ഉള്ള പേരുകൾ നൽകുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം രീതിയാണ്. ഇന്ത്യയെ ആക്രമിച്ച വിദേശ ഇസ്ലാമിക ആക്രമണകാരികളുടെ പേരുകളാണ് അവർ തങ്ങളുടെ മിസൈലുകൾക്ക് നൽകിയിട്ടുള്ളത്. സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ച മഹ്മൂദ് ഗസ്നവിയുടെ പേരിലുള്ള മിസൈൽ, പൃഥ്വിരാജ് ചൗഹാനെ ചതിയിൽ വീഴ്ത്തിയ മുഹമ്മദ് ഖോറിയുടെ പേരിലുള്ള മിസൈൽ, അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെ തകർത്തെറിഞ്ഞ അധിനിവേശക്കാരൻ ബാബറിന്റെയും പാനിപ്പത്തിൽ 10,000-കണക്കിന് ഭാരതീയരെ കൂട്ടക്കുടി നടത്തി രാജ്യത്തെ കൊള്ളയടിച്ച അബ്ദാലിയുടെയും പേരിലുള്ള മിസൈലുകൾ. ഇങ്ങനെ പോകുന്നു പാകിസ്ഥാന്റെ ഇന്ത്യയോടുള്ള അടങ്ങാത്ത ശത്രുതയും കാഫറുകളെ കൊന്നൊടുക്കിയവരോടുള്ള മതപരമായ ആരാധനയും. തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലിന് അബാബിൽ എന്ന് പേരിട്ട് അതേ വഴിയിലാണ് ഇപ്പോൾ സർ ക്രീക്കിലെ സൈനിക നീക്കത്തിനും അവർ ഈ പേര് നൽകിയിരിക്കുന്നത്. ഈ ഇസ്ലാമിക അധിനിവേശ ശക്തികൾ എന്താണോ ഭാരതത്തിനോട് ചെയ്തത് അത് തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രൊഫഷണൽ സൈനിക തന്ത്രങ്ങളെക്കാൾ ഇന്ത്യ വിരുദ്ധ മതവികാരം ഇളക്കിവിട്ട് നിലനിൽക്കാൻ ശ്രമിക്കുന്ന പാക് ഭരണകൂടത്തിന്റെ വികലമായ ചിന്താഗതിയാണ് പ്രൊജക്ട് അബാബിൽ എന്ന പേരിൽ പ്രകടമാകുന്നത്. സ്വന്തം രാജ്യത്ത് ജനങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ പോലും ബുദ്ധിമുട്ടുമ്പോഴാണ് ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ വിദേശ രാജ്യങ്ങളുടെ സഹായം തേടുന്നത്. എന്നാൽ ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ വെച്ച് അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ എന്താകുമെന്ന് ബാലാക്കോട്ടിൽ നമ്മൾ കണ്ടതാണ്, ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്. അന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ അടിയുടെ ചൂടാണ് പാകിസ്ഥാൻ അറിഞ്ഞെങ്കിൽ
ഇനി ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ ഉരുക്കുമുഷ്ടിയായിരിക്കും അവർ അറിയാൻ പോകുന്നത്. ശത്രുക്കൾ എത്ര പേർ ഒന്നിച്ചാലും സമുദ്രാതിർത്തി കടന്നുള്ള ഒരു ചതിയും ഇന്ത്യ അനുവദിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ ഗൂഢാലോചനകൾക്ക് മറുപടിയായി നമ്മൾ നൽകുന്നത്.